ഓം ശാന്തി. കേൾക്കാമോ? സിസ്റ്റർ പറയുന്ന കേൾക്കുന്നില്ല. സിസ്റ്ററിന്റെ മൈക്ക് ഓൺ അല്ല. ഭായി, അതായത് ഞാനൊന്ന് സംസാരിക്കാൻ നോക്കിയിട്ട് ഇതില് ശരിക്കും അൺമ്യൂട്ട് ആയിരുന്നു. എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. രാജേഷ് ഭായി അവിടെ നിന്ന് ചെയ്താലേ പറ്റുള്ളായിരുന്നു. അതാ കാര്യം. അത് ഞാൻ രാജേഷ് ഭായിനെ ഒന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഭായിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇത്ര നേരം? ഇല്ല, ഞാൻ ഇത്ര നേരം സിസ്റ്റർ നിങ്ങൾ അവിടെ എന്തോ അറേഞ്ച്മെന്റ് ചെയ്യാണെന്ന് വിചാരിച്ചു. കാരണം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മളെ ഹോസ്റ്റ് ആക്കണം, എന്നാലേ പറ്റുള്ളൂ. അത് ഭായി ചെയ്യാറുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. രാജേഷ് ഭായിക്ക് വേറെ ക്ലാസ് ഉണ്ടായിരിക്കും, അതായിരിക്കും. ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതാ കാര്യം. അപ്പോ ഓം ശാന്തി. ബാബയുടെ കുട്ടികള് വന്നോണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ളവരും വരും. അപ്പൊ ആലപ്പുഴയിലെ ബ്രാഹ്മണ പരിവാരത്തിന് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് കോട്ടയത്തെ രഞ്ജിത് ഭായി ആണ്. നമ്മുടെ ബഹുമാന്യനായ വളരെ സ്നേഹമുള്ള ഈ ആത്മസഹോദരൻ 2008 ഈശ്വരീയ യജ്ഞത്തിലേക്ക് കടന്നു വന്നത്, ഒരു മാലാഖയെ പോലെ കടന്നു വന്നത് അല്ലേ? ബാബ പറയാറുണ്ട്, ലാസ്റ്റസ് ഓഫ് പാസ്റ്റ്, ഫാസ്റ്റസ് ഓഫ് ഫസ്റ്റ്. അതേപോലെ 2008 വന്നത്. അപ്പൊ 12 വർഷമായി ബായി നോളേജില് വന്നിട്ട് 2010 സറണ്ടർ ആയി. എങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ബായി ഒരു 12 വർഷമായ സഹോദരനാണ് എന്നല്ല തോന്നിയിരിക്കുന്നത്. ബായി വളരെ കൽപ്പം മുമ്പുള്ള ബാബയുടെ കുട്ടിയാണ്. ഞങ്ങളുടെ വളരെ പഴയൊരു ആത്മസഹോദരനാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മീയ സഹോദരനായിട്ടാണ് ശരിക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ശരിക്കും ഞാനിപ്പോ ബായിയുടെ ഇത്രയും വർഷം എന്ന് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്തത്. കാരണം ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ 2008 ഈശ്വരീയ യജ്ഞത്തിലേക്ക് കോട്ടയത്തിലേക്ക് കടന്നു വന്ന് അതായത് കോട്ടയം ജില്ലയുടെ ഓൾ ഇൻ ഓളായി, ഓൾറൗണ്ടർ സേവാധാരിയായി, ശരിക്കും പറയുകയാണെങ്കിൽ ഈശ്വരീയ യജ്ഞത്തിന്റെ ഒരു നെടുന്തൂണായിരിക്കുന്ന ഒരു സഹോദരനാണ് ബായി. പങ്കജ് സിസ്റ്ററുടെ റൈറ്റ് ഹാൻഡ് ആണ്, ബാബയുടെ റൈറ്റ് ഹാൻഡ് ആണ് അല്ലെ? യജ്ഞത്തിന് എല്ലാം ആയിരിക്കുന്ന ഈശ്വരീയ പരിവാരത്തിന് ഏറ്റവും സ്നേഹമുള്ള, പരിവാരത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആത്മസഹോദരനായിട്ടാണ് ബായി ഉള്ളത്. ശരിക്കും വിശ്വശാന്തി ഭവനത്തിന്റെ നിർമ്മാണത്തിന്റെ എഞ്ചിനീയർ ആണ് ബായി. ബായിയുടെ മേൽനോട്ടത്തിലാണ്, നേതൃത്വത്തിലാണ് വിശ്വശാന്തി ഭവനം നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ പ്രകാരത്തിലും നോക്കിയാലും അനേക വിശേഷതകളുള്ള ഒരു വിശേഷ ആത്മാവാണ് ബായി. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പങ്കജ് സിസ്റ്ററുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെടുത്താലും എന്തെടുത്താലും അല്ലെ രഞ്ജിത് ഭായി എന്ന് വിളിക്കുക. കാരണം അത്രയ്ക്കും ബാബ പറയില്ലേ, വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള, വളരെയധികം ഗുണങ്ങളും വിശേഷതകളുമുള്ള ഒരു ആത്മസഹോദരനാണ് ബായി. ബായിയുടെ വിശേഷതകളും ഗുണങ്ങളെല്ലാം ബാബയുടെ സേവയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ഏതൊരു സേവയ്ക്കും എപ്പോഴും ഏത് സമയത്തും 24 മണിക്കൂറും എവർ റെഡി ആയിരിക്കുന്ന, നമ്പർ 1 ത്യാഗിയായിരിക്കുന്ന, തപസ്വിയായിരിക്കുന്ന ഒരു സഹോദരനാണ് നമ്മുടെ ബായി. എനിക്കറിയാം ബായിയെ കുറിച്ച് പലപ്പോഴും പങ്കജ് സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എനിക്കറിയാം അല്ലെ? പലപ്പോഴും യജ്ഞത്തിലെ ഏതൊരു സമയത്തും ബായി അത്രമാത്രം യജ്ഞത്തിന് വേണ്ടിയും അതുപോലെ സിസ്റ്റർക്കും ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് അത്രയും ബാബയുടെ അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പുണ്യത്തിന്റെ സമ്പാദ്യം നേടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ആത്മാവാണ്. ബാബ പറയില്ലേ, ബാബയുടെ ആജ്ഞാകാരി, ബാബയുടെ വിശ്വസ്തൻ, ചില ബാബയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും അല്ലെ ബാബ പറയുന്ന ആജ്ഞകൾ അനുസരിച്ച് നിമിത്തമായ സഹോദരിക്ക് അത്രയും ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമർപ്പിത സഹോദരനാണ് ബായി. ശരിക്കും ബായിയെ കുറിച്ച് പറയുമ്പോ അല്ലെ ഞങ്ങൾക്കെല്ലാം ഏറ്റവും സ്നേഹമുള്ള ഒരു ആത്മസഹോദരനാണ്. വർണ്ണന ചെയ്യാൻ വാക്കുകൾ മതിയാകുന്നില്ലെന്ന് വേണം പറയാൻ. ബായി ശരിക്കും ബായിയുടെ ആ എഞ്ചിനീയറിംഗ് അതെല്ലാം ബായി വിശ്വശാന്തി ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി മാത്രമല്ല, ഒപ്പം
തിരുവല്ലയില് നമ്മുടെ വീട് പണിയാൻ ഒക്കെ ബായി തന്റെ കഴിവുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ കൊല്ലത്തിലെ വീട് പണിയിലും ബായിയുടെ സഹയോഗം ഉണ്ടായിരുന്നു, ബായിയുടെ സേവനം ഉണ്ടായിരുന്നു. 3 മാസം മധുബനില് കൺസ്ട്രക്ഷൻ ഫീൽഡില് ബായി പോയി സേവ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശരിക്കും കോട്ടയം ജില്ലയിലെ ബാബയുടെ യജ്ഞത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെ, അത്രയ്ക്കും നമ്പർ 1 സേവാധാരിയായ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബായി. അതുപോലെ ഞങ്ങൾ സഹോദരിമാരാണെങ്കിലും പലപ്പോഴും നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങള് അല്ലാതെയുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ബായിയോട് ചോദിച്ചാൽ ബായി എല്ലാം പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ സഹോദരിമാർക്കൊക്കെ വളരെയധികം എന്താണ് എല്ലാ കാര്യങ്ങളും എന്തും ബായിയോട് ചോദിക്കാം. ബായിയുടെ ആ ഗൈഡൻസ്, സഹയോഗം എല്ലാം നമുക്ക് പ്രാപ്തമാകാം. അങ്ങനെയുള്ള ഞങ്ങൾ എല്ലാ സഹോദരിമാരുടെയും വളരെ സ്നേഹമുള്ള ഈ ആത്മസഹോദരന് നല്ല നമ്പർ 1 യോഗിയാണ്, നല്ല നമ്പർ 1 ജ്ഞാനിയാണ്. പലപ്പോഴും എക്സസൈസുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ക്ലാസ്സുകൾ എടുക്കുക, എക്സസൈസ് ചെയ്യിപ്പിക്കും, എല്ലാ സേവയിലും ബായി നമ്പർ 1 ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ആത്മസഹോദരന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് ബാബയുടെ ആ ജ്ഞാനരത്നങ്ങള്, അമൂല്യമായ ആ അനുഭവത്തിന്റെ അനുഭവത്തിന്റെ ആ രത്നങ്ങളെ നമ്മളെ അങ്ങനെ എന്താ പറയാ, തന്റെ ആ അനുഭവി കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ പ്രാപ്തമാക്കിയിട്ടുള്ള ആ അനുഭവത്തിന്റെ പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മളെല്ലാ കുട്ടികളെയും അമൂല്യമായ രത്നങ്ങളാൽ നിറയ്ക്കട്ടെ. അതിനായി ബായിയെ ഞാൻ ഹൃദയത്തിൽ നിന്നും സ്നേഹപൂർവം സ്വാഗതം ചെയ്യാണ്. സ്വാഗതം, സ്വാഗതം, ആത്മസഹോദരന് സ്വാഗതം. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ എന്നെ ഒന്നും എന്റെ വായ അടപ്പിച്ചത്, എനിക്കൊന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഒന്നും പറയരുത്, ഞാൻ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ശരിക്കും കോട്ടയത്തിന്റെ അടുത്ത റൂം പോലെയാണ്. ഇവിടെ കോട്ടയത്തെ ബാബയുടെ എല്ലാ കുട്ടികളെ അറിയുന്ന പോലെ തന്നെ എനിക്ക് ആലപ്പുഴയിലെ എല്ലാ കുട്ടികളെ അറിയാം. കാരണം ആലപ്പുഴയിലെ കുട്ടികളുടെ വിശേഷതയാണ്, അവര് വിശ്വശാന്തി ഭവന്റെ ഉദ്ഘാടന സമയത്ത് ശരിക്കും നമ്മൾ കണ്ടതാണ്. അവർ അത്ര ആത്മാർത്ഥമായിട്ട് സേവ ചെയ്തു. അരുൺഭായി ആണെങ്കിൽ രാപ്പകലില്ലാതെ ഇവിടെ സേവ ചെയ്തു. അതുപോലെ സിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ക്ലീനിങ്ങിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അത്രയും ഡെഡിക്കേഷൻ ആയിട്ട്. അപ്പൊ ഞാൻ വരുന്ന സമയമാണ്, നോളജിലൊക്കെ പക്കയായി വരുന്ന സമയമാണ്. അപ്പോൾ ആലപ്പുഴക്കാരുടെ സേവനത്തിലുള്ള ഡെഡിക്കേഷൻ, സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെയുള്ള അവരുടെ മറ്റു കുട്ടികളാണെങ്കിലും അവർ വളരെ സിംപ്ലിസിറ്റി ഉണ്ട്, എന്നാൽ അത്ര ആത്മഭാവത്തോടെ അവർ സേവ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ കുട്ടികളെയും എനിക്ക് അറിയാം. പക്ഷെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം. എല്ലാവരുടെ ഓം ശാന്തി പറയാറുണ്ട്, എല്ലാവരെയും അറിയാം. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ഒരു വെൽക്കത്തിന്റെ പോലും ആവശ്യമില്ല ആക്ച്വലി എന്ന് ഞാൻ പറയാറ്. ശരിക്കും ജിഷാസ്റ്റർ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു ക്ലാസ് എടുക്കാൻ. പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നി. കാരണം എന്ത് കാര്യം പറഞ്ഞാലും അന്നേരം ജിഷാസ്റ്റർ ചെയ്തു തരാറുണ്ട്. ജിഷാസ്റ്റർ പറഞ്ഞപ്പോ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരിതുണ്ടായിരുന്നു. ഇവിടെ ബട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് പറയും ആലപ്പുഴയിലെ കുട്ടികളോട്? കാരണം അവിടെ എല്ലാവരും സൂപ്പർ ഹീറോസ് ആണ്. നന്നായിട്ട് ക്ലാസ് എടുത്തു തരും. ക്ലാസ് എടുത്തതിന് ശേഷം ഒരു പാട്ട് പാടിത്തരും. അരവിന്ദ് ഭായി ആണെങ്കിൽ എല്ലാ വേദങ്ങളിലെ സാരങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. രാജേഷ് ഭായി ആണെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നത് പോലെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്ത് പറഞ്ഞു തന്ന ക്ലാസ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ആലപ്പുഴയിലെ കുട്ടികൾക്ക് എന്ത് ക്ലാസ് എടുക്കുക എനിക്കറിയില്ല. ഞാൻ ബാബയോട് പറഞ്ഞു, ബാബയാണ് ഇപ്പൊ പോലും എനിക്ക് മനസ്സിലൊന്നുമില്ല, ബ്ലാങ്ക് ആണ് ആക്ച്വലി. അപ്പൊ ഇന്ന് ഇങ്ങനെ ഇരുന്നപ്പോ യോഗ ചെയ്ത് കഴിഞ്ഞപ്പോ ബാബ പറഞ്ഞ ഒരു ഇതാണ് അനാശ്രയ സ്ഥിതി, നമ്മുടെ പുരുഷാർത്ഥത്തിലുള്ള അനാശ്രയ സ്ഥിതി. ബാബ ശരിക്കും എല്ലാരെയും കൊണ്ടുവരുന്നതും ആ ഒരു റൂട്ടിലേക്കാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ റൂട്ടിലേക്ക് വരികയാണ്. ബാബ ശരീരം വിട്ടതിന് ശേഷം, അതായത് ബ്രഹ്മബാബ 1969 ശരീരം വിട്ടതിന് ശേഷം കുറെ അവ്യക്തമായിട്ടുള്ള സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു സന്ദേശത്തില് ദാദി വന്നപ്പോ പറഞ്ഞതാണ്, ആദ്യം ബിൽഡിങ് വാർക്കുമ്പോ എന്ത് ചെയ്യും, ആ വാർക്ക സെറ്റ് ആകുന്നതിന് വേണ്ടി താഴെ നമ്മൾ സപ്പോർട്ടിന് പില്ലറുകൾ കൊടുക്കും അല്ലെ, ചെറിയ മുള കൊടുക്കും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇരുമ്പിന്റെ സപ്പോർട്ടിങ് പില്ലറുകളാണ് കൊടുക്കും. വാർക്ക് ഉറച്ചതിന് ശേഷം എന്താവും, ആ ഓരോരോ പില്ലറുകൾ എടുത്ത് മാറ്റിക്കൊണ്ടേ
അന്നേരം ആ ബിൽഡിംഗ് സെറ്റായി എന്ന് പറയുന്നത് പോലെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോ ആ സമയത്ത് ബ്രഹ്മബാബ പോയതിനു ശേഷം എല്ലാവർക്കും അറിയില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോഴാണ് ഈ അവ്യക്ത സന്ദേശങ്ങൾ എത്തുന്നത്. അതായത് നിങ്ങൾ എല്ലാവരും ആശ്രയമാക്കിയിരുന്ന ആ സമയത്ത് ബ്രഹ്മബാബേനെയാണ്. ബ്രഹ്മബാബ അവ്യക്തമായി എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരും അവ്യക്തമായിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ മുരളിക്ക് അല്ലെങ്കിൽ നമുക്കൊരു പരിവാരം, ഒരു ടീമായിട്ടാണ് ബാബ ഈ ആധ്യാത്മികത ഇത്രയും നമ്മളൊരു ഫാമിലി പരിവാരത്തിലൊരു നമ്മൾ പോലും അറിയാതെ നമ്മൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിസ്റ്റർ ഞാൻ 2081 12 വർഷമായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ടോ? കാരണം ഓരോ ദിവസം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു. ആദ്യമൊക്കെ വരുന്ന സമയത്ത് പങ്കജ് സിസ്റ്റർ എനിക്ക് അത് ഇത് ചെയ്യുന്നൊക്കെ പറയും. പലത് ചെയ്യാനും നമുക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. ചിലതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഇപ്പൊ ചെയ്യണ്ടല്ലോ. നമുക്ക് ചില അസ്വാതന്ത്ര്യങ്ങൾ ഫീൽ ചെയ്യുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ എനിക്ക് അത് അസ്വാതന്ത്ര്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സിസ്റ്റർ പറയുന്നതിൽ വേറൊരു അർത്ഥത്തിൽ അത് ശരിയാണ്, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞതായിരുന്നു കറക്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം എനിക്ക് തോന്നിയത് അങ്ങനെയല്ല, എന്റെ മതം ഞാൻ ഉപയോഗിച്ച് നോക്കുക, എനിക്ക് അസ്വാതന്ത്ര്യം ഫീൽ ചെയ്യാൻ. കുറെ കഴിഞ്ഞപ്പോ അത് ഇല്ലാതെയായി, നാച്ചുറലി ഇല്ലാതെ എന്ന് പറയുന്ന പോലെ അനാശ്രയത്വം. ആദ്യം വരുമ്പോഴും നമ്മൾ കുറെ പേരെ ആശ്രയിച്ചാണ് നമ്മുടെ പുരുഷാർത്ഥം. സെൻട്രൽ വരുമ്പോഴാണേലും നമ്മൾ ഏത് സിസ്റ്ററിൽ നിന്നാണോ ജ്ഞാനം കിട്ടുന്നത്, അവരുടെ ഡെയിലി മുരളി വായിച്ചു തരുമ്പോൾ ചിലപ്പോ സിസ്റ്റർ നമ്മള് മധുവനൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ശൂന്യത ഫീൽ ചെയ്യുമായിരുന്നു. സെൻട്രലിലേക്ക് വരുമ്പോൾ നമ്മള് പ്രിയപ്പെട്ട ആരും ഇല്ലാത്തത് പോലെ നമുക്ക് ഉള്ളിൽ കോർണർ, മനസ്സിന്റെ കോർണറിൽ എവിടെയും ഒരു പെയിൻ ഫീൽ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ സൂക്ഷ്മമായിട്ട് ആ വ്യക്തിയെ ആശ്രയിക്കുന്നു. പതുക്കെ നമ്മൾ പുരുഷാർത്ഥം ചെയ്തു തുടങ്ങും. നമ്മൾ ബാബയിലേക്കാവും. നമ്മൾ ബാബ പറയുന്ന പോലെ ചാർട്ട് ചെയ്യാൻ തുടങ്ങും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് ബാബ ശരിക്കും പഠിപ്പിക്കുന്ന ഈ ജ്ഞാനം ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊരു അസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആദ്യം കുറച്ച് സമയം. കുറച്ച് കഴിയുമ്പോൾ ഈ അസ്വാതന്ത്ര്യം മാറി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ഏതോ ഒരു ഇമോഷനിലാണ് എനിക്ക് അസ്വാതന്ത്ര്യം തന്നുകൊണ്ടിരുന്നത്. എന്നിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്റെ ഉള്ളിലുള്ള എന്റെ ഏതോ ഒരു ഞാൻ എന്നുള്ള ഭാവമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. അപ്പൊ എനിക്ക് ഫ്രീഡം കിട്ടി. അതുകൊണ്ട് ബാബ ശരിക്കും നമ്മളെ ഫ്രീഡത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രീഡമാണ്. എവിടെ നമുക്ക് ഫ്രീഡം തോന്നുന്നില്ലയോ അവിടെ നമുക്ക് എന്തോ ആത്മീയതയുടെ കുറവുണ്ട്, എന്തോ ആത്മീയ ഗുണങ്ങളുടെ കുറവുണ്ട്, അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം സൃഷ്ടിക്കുന്ന എന്തോ ഒരു അവഗുണം എൻ്റെ അടുത്തുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കാരണം നമ്മളെല്ലാവരും സമ്പൂർണ്ണം ആയിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. ആത്മീയയാത്ര എന്ന് പറഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ്. ആത്മാവ് ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള അസ്വാതന്ത്ര്യവും വിട്ടിരിക്കണം. പലതരത്തിലുള്ള ബന്ധനങ്ങൾ. അതുകൊണ്ട് ബന്ധനമുക്ത ആത്മാവെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, അല്ലെ കർമാതീത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ശരിക്കും നമുക്ക് ഒരു തരത്തിലുള്ള അസ്വാതന്ത്ര്യവും ഇല്ലാതിരിക്കണം. അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാതന്ത്ര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ബന്ധനത്തിലാണ്. ഏതെങ്കിലും കർമ്മം എനിക്ക് അസ്വാതന്ത്ര്യമാണെങ്കിൽ ഞാൻ ബന്ധനത്തിലാണ്. അതുകൊണ്ട് അസ്വാതന്ത്ര്യം കിട്ടാൻ മാറാൻ എന്താ വഴി, അല്ലെങ്കിൽ സ്വതന്ത്രമാകാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ ബന്ധനങ്ങളെ ഞാൻ തിരിച്ചറിയാം. എനിക്ക് സ്വതന്ത്രമാകാൻ കഴിയാത്ത എന്താണോ അതിനെ ഞാൻ തിരിച്ചറിയാം. അത് നമ്മൾ പുരുഷാർത്ഥം ചെയ്തു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനെ കഴിഞ്ഞ് സൂക്ഷ്മമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്, ഭയങ്കര എന്തൊക്കെ ഒരു ഫ്രീഡം കിട്ടിയ പോലെ തോന്നും. അത് ബാബ തരുന്ന ഒരു ഫ്രീഡമാണ്. ബാബ നമുക്ക് സാകാശ തരുമ്പോൾ നമ്മുടെ ജ്ഞാനം കിട്ടി നമ്മുടെ ആത്മാവാകുന്ന മൂന്നാമത്തെ നേത്രം ഓപ്പൺ ആകും. ബാബ തരുന്ന ഒരു ബലം, ബാബ തരുന്ന ഒരു സാകാശ്, അതിലൂടെ നമുക്കൊരു പ്രസന്നത ഉണ്ടാവും. ഇന്നത്തെ മുകളിൽ തന്നെ പ്രസന്നതയെ കുറിച്ചിട്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ബാബ പറയുന്ന പല കാര്യങ്ങളിലേക്കും ധാരണയിലേക്കും, ജ്ഞാനത്തിന്റെ ധാരണ. അപ്പൊ ഈ ലോകത്തിൽ ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ബാബ. കാരണം ബാബ നമ്മളെ ദേവതയാക്കാനായിട്ടാണ് ആരും സാധാരണ വ്യക്തിയോ അല്ല ഇവിടെയുള്ള ഏതെങ്കിലും മഹാത്മാവോ ആവാനായിട്ടല്ല. അതുകൊണ്ട് ദേവാത്മാവാകാനായിട്ട് നിങ്ങൾക്ക് എന്ത് ധാരണ വേണം അത് പറഞ്ഞുകൊണ്ടേ. അപ്പൊ ആദ്യം ചിലപ്പോൾ നമുക്ക് അസ്വാതന്ത്ര്യമായിരിക്കും വരുന്നത്. ഇതൊക്കെ പാലിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇതൊക്കെ അനുസരിച്ച് ഈ ലോകത്തിൽ എങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കും, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാകും. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ബാബ എന്നെ സെലക്ട് ചെയ്തതിന് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അതിൽ സെലക്ട് ആയിരിക്കുകയാണ്.
ബാബ എന്റെ ആദ്യത്തെ സ്ഥിതി കണ്ടിട്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്നെ സെലക്ട് ചെയ്തത്. ഇനി അടുത്തത്, ബാബ കാലഘട്ടത്തിൽ എന്താണോ ഉണ്ടാവാൻ പോകുന്നത് അതിൽ നിനക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ പതുക്കെ പതുക്കെ ബാബയുടെ മുരളി അത് കേട്ട് തുടങ്ങുമ്പോൾ ബാബയോട് നമുക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങും. അല്ലെ, ബാബ നമ്മൾ ഓരോ കർമ്മത്തിലും നമ്മളെ സഹായിക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, ഇത് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും തിരിച്ചു വരും. കാരണം എന്താണ്, അവർക്ക് കുറച്ച് കഴിഞ്ഞ് വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ മനസ്സിലാവും ബാബ ഇല്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും പോകും, വീണ്ടും മനസ്സിലാവും ബാബ ഇല്ലാതെ പറ്റില്ല, വീണ്ടും തിരിച്ചു. അങ്ങനെ ഓരോ കുട്ടികളും ബാബയുടെ ജ്ഞാനം ഇല്ലാതെ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം ബാബ പറയുന്നത് കറക്റ്റ് ആണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാനായിട്ടുള്ള റേഞ്ച് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പം. അതുകൊണ്ട് നമ്മുടെ റേഞ്ച് വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മളെ മുരളിക്ക് വിട്ടുകൊടുക്കണം. ഈ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് ശരിക്കും സ്വാതന്ത്ര്യം. നമ്മൾ പലപ്പോഴും നമ്മളെ വിട്ടുകൊടുക്കാറില്ല, നമ്മുടെ ചിന്തകളെ വിട്ടുകൊടുക്കാറില്ല, നമ്മുടെ ഫീലിങ്സിനെ വിട്ടുകൊടുക്കാറില്ല. നമ്മൾ അതിന്റെ ആധാരത്തിലാണ് ഒരു പ്രശ്നത്തെ വിലയിരുത്തുന്നത്, നമ്മുടെ ഫീലിങ്സിന്റെ ആധാരത്തിൽ, അല്ലെ എന്റെ പക്ഷം ജയിക്കണമെന്നുള്ള ആധാരം. ഇതൊക്കെ ശരിക്കും നമുക്ക് അസ്വാതന്ത്ര്യം ഉണ്ടാകും. നമ്മുടെ പല പ്രശ്നത്തിന് സൊല്യൂഷന് വേണ്ടി നമ്മൾ പ്രഷർ ചെലുത്താറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടത്താനായിട്ട് പ്രഷർ കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒരു പ്രഷർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രഷർ വേറെ. ഞാൻ പ്രഷറിൽ നിന്ന് മുക്തമാണെങ്കിൽ ഞാൻ വേറൊരാളിൽ സമ്മർദ്ദം ചെലുത്തില്ല. എനിക്കൊരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്, കാരണം എന്താണ്, സിറ്റുവേഷൻ അനുസരിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലോ. അതുകൊണ്ട് ബാബ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആന്തരികമാണ്. നമ്മൾ റിലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരിൽ നിന്ന് നമ്മൾ കർമ്മമുണ്ട്. ഒരു പ്രോജക്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ സേവ നടത്തുമ്പോൾ ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുന്നു. അവിടെ എനിക്ക് എങ്ങനെ സ്വതന്ത്രമായിട്ടിരിക്കാൻ പറ്റും, ഞാൻ അതിൽ എപ്പോഴും ഫോക്കസ് ചെയ്യും. ഞാൻ എപ്പോഴും എന്ത് സിറ്റുവേഷൻ കേട്ടാലും ഞാൻ സ്വതന്ത്രനാണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു രത്ന വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കടയില് അദ്ദേഹം ആദ്യം സ്റ്റാഫാണ് കടയൊക്കെ തുറക്കുന്നത്. അദ്ദേഹം കുറച്ച് താമസിച്ചേ ചെല്ലുള്ളൂ. അദ്ദേഹം ചെന്നപ്പോൾ സ്റ്റാഫിന്റെ മുഖത്ത് ആരുടെ മുഖത്ത് പുഞ്ചിരിയില്ല, എല്ലാവരും മുഖം വാടി എന്തോ പറയാൻ ഭയന്ന് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഓണർ ചോദിച്ചു, എന്താ നിങ്ങൾ എല്ലാവരും ഇന്ന് വളരെ ദുഃഖിതരായിട്ടിരിക്കുന്നത്, ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, വളരെ ആക്റ്റീവായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണ്ടേ. അപ്പൊ അതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു പ്രശ്നമുണ്ട്, ഇന്നലെ വരെ ഈ ഷോക്കേസിൽ ഉണ്ടായിരുന്ന വളരെ വില കൂടിയ ഒരു ഡയമണ്ട്, ആ ഡയമണ്ട് ഇന്നലെ വൈകിട്ട് തൊട്ട് കാണാൻ, ഇന്നലെ വൈകിട്ടല്ല ഇന്ന് രാവിലെ തൊട്ട് കാണാൻ, ഇന്നലെ ഞങ്ങൾ എടുത്തു വെച്ചതാണ്, പക്ഷെ കാണുന്നില്ല. ഞങ്ങൾ ഈ ഷെൽഫിലും ഡ്രോയിലും എല്ലാം തപ്പി, അവിടെ എങ്ങും. അപ്പൊ അതിന്റെ ഓണർ പതുക്കെ കണ്ണടച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ടിട്ടില്ല, അത് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ക്ലീനിങ് ചെയ്യുന്നവരൊക്കെ വരുന്ന ഒരു ടൈമുണ്ട്. അന്ന് വൈകുന്നേരം ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിന് മുമ്പ് ക്ലീനിങ് ബോയ് വന്നു. അപ്പൊ ക്ലീനിങ് ബോയ് മേശയുടെ അടിയൊക്കെ തൂത്ത് കഴിഞ്ഞപ്പോൾ ആ ഡയമണ്ട് അതിന്റെ അടിയിൽ നിന്ന് കിട്ടി. അപ്പൊ ക്ലീനിങ് ബോയ് എടുത്തിട്ട് അതിന്റെ സ്റ്റാഫിനെ ഏൽപ്പിച്ചു. അപ്പൊ സ്റ്റാഫ് ഓടി ഇതിന്റെ ഓണറിന്റെ അടുത്ത് ചെന്നു, സാറേ ആ ഡയമണ്ട് കിട്ടി കേട്ടോ. ആ ഡയമണ്ട് ആ ടേബിളിന്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു, ക്ലീനിങ് ബോയ് വന്നപ്പോ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പൊ വീണ്ടും അദ്ദേഹം കണ്ണടച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഇരുന്നിട്ട് പറഞ്ഞു, നഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പൊ ഈ സ്റ്റാഫിന് കൺഫ്യൂഷൻ തോന്നി, ഇതെന്താ രാവിലെ ഡയമണ്ട് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയപ്പോഴും വീണ്ടും അതേ ഡയലോഗ് പറയും, നഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ തന്നെയുണ്ട്. അപ്പൊ സാർ എന്തിന്റെ കാര്യം ഈ പറയുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ആന്തരികമായിട്ടുള്ള അവസ്ഥയാണ്. ആ ഡയമണ്ട് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്റെ അകത്തേക്ക് നോക്കി, എന്റെ ഉള്ളിലെ ശാന്തി നഷ്ടപ്പെട്ടിട്ടില്ല. നോക്കിയപ്പോ നഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെയാണ്. ഇത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ എന്നോട് ഇത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നെ നോക്കി, എനിക്ക് അമിതമായിട്ടുള്ള ആഹ്ലാദമുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആ പീസ്ഫുൾ സ്റ്റേജിലാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വളരെ പീസ്ഫുൾ സ്റ്റേജിലാണ്, ആ അവസ്ഥ നഷ്ടപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് പുറത്ത് എന്തൊക്കെ നടന്നാലും അകത്ത് അതിനെ ബാധിക്കാത്ത അവസ്ഥ. അതാണ് സ്വാതന്ത്ര്യം. പുറത്തുള്ള ഇറിറ്റേഷൻസ് എന്നെ ഇറിറ്റേറ്റ് ആക്കി, എനിക്ക് ഈർഷ്യ ഉണ്ടാകും. ബാബ ഇന്ന് മുരളിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. പ്രസന്നത. ഒരു വ്യക്തിക്ക് എപ്പോഴാണ് പ്രസന്നമായിട്ടിരിക്കാൻ പറ്റുന്നത്? ആരാണോ ദുർവികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടിരിക്കും, അവർക്ക് പ്രസന്നമായിട്ടിരിക്കാൻ പറ്റും. അപ്പൊ ദുർവികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ 5 എണ്ണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ, ബാബയുടെ കുട്ടികൾ ആ ബേസിക് ചാർട്ടിൽ നിന്നും മായി. അപ്പൊ ബാബ ഇപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുക. സൂക്ഷ്മമായിട്ട് ഈർഷ്യ, അല്ല ദേഷ്യത്തിന്റെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെയാണ് ഈർഷ്യ, ഇറിറ്റേറ്റ് ആവുക, അസ്വസ്ഥമാകുക, മിണ്ടാതിരിക്കാൻ തോന്നുക, ഒരു വ്യക്തി വരുമ്പോൾ മുഖം തിരിച്ചിരിക്കുക, ചിരിക്കാൻ തോന്നുന്നില്ല, ഓം ശാന്തി പറയാൻ തോന്നുന്നില്ല. ഇതെല്ലാം ദേഷ്യത്തിന്റെയും സ്നേഹമില്ലായ്മയുടെയും പല പല രൂപങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ചില അറ്റൻഷൻ വെച്ചാൽ മാത്രം, ചെറിയ അറ്റൻഷനിലൂടെ നമുക്ക് എന്താവും? നോ ടെൻഷൻ ആകാൻ പറ്റും. അതുകൊണ്ട് നോ ടെൻഷൻ ആകുമ്പോഴാണ് നമുക്ക് പ്രസന്നത ഉണ്ടാവും. അതുകൊണ്ട് പ്രസന്നതയ്ക്ക് ബാബ 3 കാര്യങ്ങൾ ഇന്ന് മുരളിയിൽ പറഞ്ഞു. ഒന്ന്, ഞാൻ എന്നിൽ പ്രസന്നനായി. രണ്ടാമത്തത്, മറ്റുള്ളവർ എന്നോട് എങ്ങനെയാണെങ്കിലും ഞാൻ പ്രസന്നനായി. മൂന്നാമത്, ബാബ നമ്മളിൽ പ്രസന്നനായിരിക്കണം. ബാബ പറയുന്ന മുരളി അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് ബാബയോട് നമ്മൾ പ്രസന്നമായി. 3 പ്രസന്നത ഉണ്ടാവും. ഒന്ന്, നമ്മളോട് തന്നെ. രണ്ടാമത്, മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ആ എനർജി എങ്ങനെയുള്ളതായിക്കോട്ടെ, ഞാൻ സ്വതന്ത്രമായിരിക്കണം, പ്രസന്നമായിരിക്കണം. മൂന്നാമത്തത്, ബാബയുമായിട്ടുള്ള കണക്ഷൻ, അതിൽ നമ്മൾ എപ്പോഴും പ്രസന്നമായിരിക്കണം. ബാബ റൂമിൽ കയറിയിട്ട് നമുക്ക് ആരുടെയും കംപ്ലൈന്റ് പറയുന്നത് വരും. ബാബ എപ്പോഴും പറയും കംപ്ലൈന്റ്. ഇന്നും പറയും കംപ്ലൈന്റ് എന്നോട് പറയേണ്ട കാര്യം. ഞാൻ കംപ്ലൈന്റ് കേൾക്കാൻ വന്ന ആളല്ല, ഞാൻ സൊല്യൂഷനുമായിട്ട് വന്ന ആളാണല്ലോ. അപ്പൊ നമുക്കത് സൊല്യൂഷനായിട്ട് മാറുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ബാബ എന്താ പ്രതീക്ഷിക്കുന്നത്? നീ പുരുഷാർത്ഥത്തെ കുറിച്ച് ചോദിക്കണം. ബാബ എപ്പോഴും പറയാറുണ്ട്, സേവനത്തെ കുറിച്ചുള്ള വാർത്തകളൊന്നും കുട്ടികൾ പറയുന്നില്ല. ഇന്ന് ഞാൻ ഇത്ര പേർക്ക് ജ്ഞാനം കൊടുത്തു, ഇത്ര പേർക്ക് ബാബയുടെ പരിചയം കൊടുത്തു, ബാബയുടെ ആസ്തിക്ക് അവകാശിയാക്കി മാറ്റി. അതുകൊണ്ട് ബാബ റൂമിൽ കയറുമ്പോൾ എനിക്ക് ആരുടെയും ആരുടെയെങ്കിലും മുഖം ഓർമ്മ വന്നാൽ നമ്മൾ മെഡിറ്റേഷനിൽ നമുക്ക് എന്തായി? സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമുക്കൊരു യുദ്ധം ഉണ്ടാകുക, അല്ലെങ്കിൽ നല്ല ബന്ധമായിരിക്കും, അയാളുടെ ഓർമ്മ ഇടയ്ക്ക് വന്നെങ്കിൽ നമ്മൾ അത്രയും സമയം നമുക്ക് ബാബയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മൾ അറിയാതെ നമ്മളോട്, സൂക്ഷ്മമായിട്ടുള്ള ബന്ധനം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബന്ധനമാണ് നമ്മുടെ ശരീരത്തിന്റെ ബന്ധനം. ശരീരം ജന്മം എടുത്ത, നമുക്ക് ശരീരം കിട്ടുമ്പോൾ തന്നെ ഒരു ബന്ധനമുണ്ട്. ശരീരത്തിന് പൂർവ്വജന്മ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിന്റെ വൈകല്യങ്ങളായിക്കോട്ടെ, ശരീരത്തിന്റെ രൂപമായിക്കോട്ടെ, അത് എന്റെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ജന്മകർമ്മങ്ങളുടെ ബന്ധം. പിന്നെയുള്ളത് എന്താണ്? നമ്മളെ ആശ്രയിക്കുന്നവരുടെ ബന്ധം. മൂന്നാമത്, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ബന്ധം. നമ്മളെക്കുറിച്ച് ഒരുപാട് പേര് ചിന്തിച്ചുകൊണ്ടായിരിക്കും, നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. ഇതാണ് പുരുഷാർത്ഥത്തിൽ വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ബന്ധനം. നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ബട്ടിക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി. കാരണം എന്താണ്? എല്ലാവരും ശുഭഭാവനയിലും ഏറ്റവും പോസിറ്റീവ് തോട്ട്സിലും ബാബയുടെ ഓർമ്മയിലും ഒക്കെ ഇരിക്കും. നമ്മളെക്കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ എനിക്ക് ശരിക്കും എനർജി വരും. എങ്ങനെയാണ്? അയാൾ എന്നെക്കുറിച്ച് ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് നല്ല ഊർജം ഉണ്ടാകും. ക്ഷേത്രങ്ങളിലൊക്കെ ആരാധന നടത്തുകയാണ് ഭക്തന്മാർ. അപ്പൊ അവിടെ ഈശ്വരന്റെ സ്തുതികളാണ് ചെയ്യുന്നത്. എന്ന് പറയുന്ന പോലെ ബ്രാഹ്മണ പരിവാരത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ഒരാൾക്ക് തോട്ട്സ് കൊണ്ട് സപ്പോർട്ട് ആണെങ്കിൽ നമ്മുടെ പുരുഷാർത്ഥം ഇനിയും ഡബിൾ ആകും. അതുകൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള തോട്ട്സിന്റെ ബന്ധനമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാവുന്ന നമ്മൾ പോലും അറിയാത്ത ബന്ധനമുണ്ട്. പിന്നെ പഴയ സംസ്കാരത്തിന്റെ ബന്ധനം, അത് ബാബ എപ്പോഴും പറയാറ്. പഴയ സംസ്കാരത്തിന്റെ ബന്ധനം. പിന്നെന്ത് ബന്ധനമാണ്? നമ്മളെ ആശ്രയിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ബന്ധനം. പിന്നെ നമ്മുടെ തോട്ട്സ് ദുർബലമായിട്ടുള്ള തോട്ട്സ് ആണ്. ആ തോട്ട്സ് പല പ്രാവർത്തി നമ്മളിൽ എന്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള സ്ഥിതിയിലൂടെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും.
അപ്പൊ ആ തോട്ട്സിന്റെ ആ ദുർബലതയുടെ ബന്ധനം, തോട്ട്സ് ഉണ്ടാകുന്ന ദുർബലത, ആ ദുർബലമായിട്ടുള്ള വീക്ക്നെസ് കാരണം ഉണ്ടാവുന്ന ബന്ധനം. അപ്പൊ നമ്മൾ ശക്തി സ്വരൂപമാവണം. നമ്മളെ പ്രതി എല്ലാവർക്കും നല്ല ഭാവന ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്താവണം? സ്നേഹസ്വരൂപമാവണം. നമ്മുടെ ഓരോ കർമ്മവും ബാബ പറയുന്ന മുരളിക്ക് ആധാരത്തിലാവണം. ജ്ഞാനസ്വരൂപമാവണം. ഈ മൂന്നവസ്ഥ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരാൾ ഇറിറ്റേറ്റഡ് ആകാൻ ഒരു സെക്കൻഡ് മതി. നമ്മൾ ഒരാളെ ഫോൺ ചെയ്യുന്നുണ്ട്, അയാൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരും. ഇന്ന് ഞാൻ ഒരാളെ വിളിച്ചു, അയാള് കിട്ടിയില്ല. ആക്ച്വലി അയാൾ എന്നെ തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 7 കോൾ ഞാൻ നോക്കി. പക്ഷെ ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ അതിനെ സൈലൻസിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ വ്യക്തി എടുത്തപ്പോഴേ പറഞ്ഞു, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, ഇതുവരെ എടുത്തില്ലല്ലോ, ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ടേ, ക്ലാസ് എടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഞാൻ വളരെ സൈലന്റ് ആയിട്ടിരുന്നു. അപ്പൊ ആ വ്യക്തി കഴിഞ്ഞ് മൈക്ക് ഓൺ ചെയ്യാൻ നോക്കിയിട്ട് ഓൺ ആകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അപ്പൊ അയാൾ അത് പറ്റുന്നില്ല, വീണ്ടും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ ഞാൻ അവിടെ സൈലന്റ് ആയിട്ടിരുന്നു. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ റിയലൈസേഷൻ വന്നു. ആ മറ്റേ വേറൊരു മൈക്കിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് ശരി, അങ്ങനെയാണ് ക്ലാസ് എടുക്കാം. ആൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്തു. അങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടതായി. അപ്പൊ നമ്മള് കാരണം അവർക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുക, അവരതിന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇറിറ്റേഷൻ വരിക. അതിന്റെ ഒരു ചങ്ങല വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏത് ഇറിറ്റേഷൻ ആണോ നമ്മുടെ അടുത്തോട്ട് വരുന്നത്, നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ഇല്ലാതാവും. നമ്മുടെ അടുത്ത് നിന്ന് വീണ്ടും അതിന്റെ വേറൊരു ഇറിറ്റേഷൻ ജനിക്കാൻ പാടില്ല. മറ്റുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ, അവർ ഇറിറ്റേഷൻ ഉണ്ടാക്കുവോ, അവർ നമ്മളിലേക്ക് അത് സപ്ലൈ ചെയ്യുകയോ ചെയ്യട്ടെ, നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ഇല്ലാതാവണം. അതിനാണ് സംഹരിക്കുക എന്ന് ബാബ എപ്പോഴും പറയും. നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് സംഹാരമോ, സംഹരിക്കപ്പെടണം. നമ്മുടെ അടുത്ത് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് പോകാൻ പാടില്ല. അത് വാചാ പോകാൻ പാടില്ല, കർമ്മത്തിലൂടെയും പോകാൻ പാടില്ല, തോട്ട്സിലൂടെയും പോകാൻ പറ്റില്ല. 3 രീതിയിലും പോകാൻ പാടില്ല. ചിലരൊന്നും പറയില്ല, പക്ഷെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ സൂക്ഷ്മമായിട്ട് ഞാൻ മറ്റൊരു വ്യക്തിയിലേക്ക് എന്റെ എനർജി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബന്ധനം അയാളിൽ ഉണ്ടാവും. അയാളുടെ മാനസികാവസ്ഥയിൽ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അയാളുടെ മാനസികാവസ്ഥ ഭംഗം വരുമ്പോൾ അയാൾക്ക് എന്താവും? സ്വസ്ഥിതി നഷ്ടപ്പെടും. അയാളുടെ സ്വസ്ഥിതി നഷ്ടപ്പെടുത്തിയത് എന്റെ ചില ഇമോഷൻസ് ആണ്. കാരണം എന്റെ എന്താ ദുർബലമായിട്ടുള്ള ചില ചിന്തകൾ. അത് അയാളുടെ സ്വസ്ഥിതിയെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ ഇതിനൊരു റിട്ടേൺ ഉണ്ടല്ലോ, ഏത് കർമ്മത്തിന് റിട്ടേൺ ഉണ്ടെന്നാണ് പഠിക്കുന്നത്. എനിക്ക് കണക്ഷൻ കിട്ടില്ല ബാബയായിട്ട്. ഇനി എന്റെ മനസ്സിലുള്ള വിഷമം ഞാൻ അതൊന്നും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു തീർത്തേക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അത് കേൾക്കുന്ന വ്യക്തിക്ക് എന്താണ്, ആ വ്യക്തിയിലേക്ക് എന്റെ ഉള്ളിലെ വിഷമങ്ങളും എന്റെ ഇറിറ്റേഷനും ഒക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ മനസ്സിലും ഞാൻ പറഞ്ഞ വ്യക്തിയെ കുറിച്ചൊരു ചിന്ത ഞാൻ ജനിപ്പിക്കുകയാണല്ലോ. അപ്പൊ ആ വ്യക്തിയുടെ ഉള്ളിൽ വേറൊരു വ്യക്തിയെ കുറിച്ചുള്ള ചിന്ത ജനിപ്പിക്കുക. അത് നല്ല ചിന്തയല്ല, ചിലപ്പോൾ നെഗറ്റീവോ ചിലപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ വ്യക്തിയുടെ തോട്ട്സും എന്താവും, ഇറിറ്റേഷൻ തോട്ട്സ് ആയി എങ്കിൽ അപ്പൊ ഞാൻ 2 ബന്ധനം അനുഭവിക്കും. ഞാൻ ചിന്തയിലൂടെ മറ്റേ വ്യക്തിയെ ഇറിറ്റേറ്റഡ് ആക്കി, ഇനി എന്റെ ചിന്ത വാമൊഴിയായിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അയാളുടെ ഉള്ളിൽ ഒരു ഇറിറ്റേഷൻ ജനിപ്പിച്ചു. അപ്പൊ ഡബിൾ ബന്ധനം ഞാൻ അനുഭവിക്കും. ഇനി ആ വ്യക്തി വേറൊരാളിലേക്ക് പറഞ്ഞു എങ്കിൽ എന്റെ വായിൽ നിന്ന് പോയ വാക്കുകളാണല്ലോ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരിലേക്ക് പോകുന്നു അത്രയും പേരുടെ എനർജിയിൽ നിന്നുണ്ടാകുന്ന ബന്ധനങ്ങളോട് ഞാൻ എന്റെ യോഗസ്ഥിതിയിൽ ഇല്ലാതാവണം. യോഗസ്ഥിതി എന്ന് പറഞ്ഞാൽ ശുഭഭാവന ശുഭകാമനയിലൂടെ ഇല്ലാതെ ആക്കേണ്ടി വരും. ശുഭകാമന ശുഭഭാവനയാണ് ശരിക്കും നമ്മുടെ എല്ലാം, ഈ യോഗത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ആധാരശിലയെന്ന് വേണമെങ്കിൽ പറയാം. ശുഭഭാവന ഇത് നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ബ്രാഹ്മണ പരിവാരം എല്ലാവരും. ഇല്ലാതെ നമുക്ക് അധികം നാള് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരിക്കലും എച്ചത്തിൽ ഒരു ദീർഘകാലം ഓടാനായിട്ടുള്ള മൈലേജ് നമ്മുടെ വണ്ടിക്ക് കാണും. അത് പകുതി വെച്ച് തീരും. ശുഭഭാവന വേണം എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശുഭഭാവനയുണ്ട്. എല്ലാ കുട്ടികളും ശുഭഭാവന ഉള്ളവർ തന്നെയാണ്, കാരണം ബാബയുടെ കുട്ടികളാണല്ലോ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അതെന്താവും, അശുഭഭാവനയാവും. നമ്മുടെ സ്വസ്ഥിതി നഷ്ടപ്പെടുമ്പോൾ എന്താവും, നമ്മളിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. സ്വസ്ഥിതി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോയല്ലോ. അതുകൊണ്ട് സ്വസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായിരിക്കണം എപ്പോഴും എന്റെ ശ്രദ്ധ. ആരെങ്ങനെ ആയിക്കോട്ടെ, അവര് സ്വസ്ഥിതി നഷ്ടപ്പെടുത്തിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ ദൂരെ നിന്ന് മനസ്സിലാക്കണം, ആ വ്യക്തി എന്നോട് പറഞ്ഞാൽ എന്റെ സ്വസ്ഥിതി
നഷ്ടപ്പെടാൻ പാടില്ല. ആ ജ്വല്ലറി ഉടമ തനിക്ക് രത്നം ഡയമണ്ട് നഷ്ടപ്പെട്ടില്ല, സ്വസ്ഥിതി നഷ്ടപ്പെട്ടില്ല. അയാളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ എന്റെ സ്വസ്ഥിതി നഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ അസ്വസ്ഥമാവാൻ പാടില്ല, ഞാൻ എപ്പോഴും സ്വതന്ത്രമായി. അതുകൊണ്ട് ഇമോഷണലി സ്വതന്ത്രമായ ഒരു വ്യക്തിനെ ശരീരത്തിന്റെ ബന്ധനത്തിൽ ആരൊക്കെ കൊണ്ടുവന്നാലും ശരി, അയാൾ സ്വതന്ത്രനായിരിക്കും. കാരണം എന്താണ്? അയാൾ ശരീരത്തിന്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയല്ല, ശരീരത്തിൻ്റെതായിട്ടുള്ള ഇമോഷണലി ബന്ധിക്കപ്പെടുന്ന വ്യക്തിയല്ല, മനസ്സിന്റെ സൂക്ഷ്മമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയല്ല. ആ വ്യക്തി എവിടെ സ്വതന്ത്രം? ജയിലിൽ പിടിച്ചിട്ടാലും നമ്മൾ സ്വതന്ത്രമായിരിക്കും. കാരണം നമ്മളെന്താ ശരീരത്തിന്റെ ജയിലിലല്ല. അതുകൊണ്ട് ശരീരത്തിന്റെ ജയിലിൽ നിന്ന് പുറത്ത് കടത്താൻ വേണ്ടി ബാബ വന്നിരിക്കും. അവ പറയാറുണ്ട്, നിങ്ങളെല്ലാം കാരാഗ്രഹത്തിലാണ്, ഞാൻ നിങ്ങളെ മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എന്റെ പേര് ലിബറേറ്റർ. അതുകൊണ്ട് നമ്മുടെ ചാർട്ട് എപ്പോഴും എന്തായിരിക്കും? ഞാൻ എന്ന് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു. അത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. അതിന് സാക്ഷി സ്ഥിതി വേണം. ആരെങ്ങനെയുള്ള കർമ്മം ചെയ്താലും സാക്ഷിയിലേക്ക്, സാക്ഷിയാണെങ്കിൽ ബാബ നമ്മുടെ സാക്ഷിയായിരിക്കും, കൂടെ ഉണ്ടാകും. സാക്ഷി സ്ഥിതിയിൽ ഇരുന്നാലേ ഉള്ളൂ നമുക്ക് ഈ സമയത്ത് എങ്ങനെ ചിന്തിക്കണം, എന്ത് തീരുമാനം എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താവും? ഞാൻ തന്നെ പരിസ്ഥിതിക്ക് അടിമയായി മാറും, പരിസ്ഥിതിയുടെ പ്രഭാവത്തിൽ വരും. മറ്റുള്ളവരുടെ ചിന്ത എന്നിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇമോഷൻസ് ജനിക്കുമ്പോൾ തന്നെ എന്താവും? ബാബ പറയാണ്, ബുദ്ധി നശിച്ചു. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവും? നമ്മുടെ കർമ്മത്തിൽ എന്താണ് ശരി, എന്താണ് തെറ്റെന്നുള്ളത് തീരുമാനമേ പോയി. പിന്നെ നമ്മൾ അതിന് പ്രതികരിക്കാൻ തുടങ്ങും. പിന്നെ അതിന്റെ ബന്ധനത്തിന്റെ ചങ്ങലയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അനാശ്രയത്വം. ആരെ ആശ്രയിക്കാതിരിക്കും. ബന്ധനത്തിന്റെ പുറത്ത് കടന്നാല് നമ്മുടെ അടുത്ത പുരുഷാർത്ഥത്തിലേക്ക് നമ്മൾ കടക്കാൻ പറ്റും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബാബ ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ ഇട്ടുകൊണ്ടേ. ബാബ എല്ലാ പരിസ്ഥിതി അനുസരിച്ച്, നമ്മുടെ യോഗ്യത അനുസരിച്ച് നമുക്ക് ടെസ്റ്റ് പേപ്പർ വന്നുകൊണ്ടേ. പക്ഷെ ബാബ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഫൈനൽ പരീക്ഷ എന്താണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോഴേ കുട്ടികളെല്ലാം പറയും, ഞങ്ങൾക്കറിയാം നഷ്ടവും മോഹ സ്മൃതി ലബ്ധയാണ്. നഷ്ടവും മോഹയിലേക്ക് എത്താനായിട്ട് കുറെ പരീക്ഷയുണ്ട്. ആ പരീക്ഷയെ കുറിച്ചിട്ട് കുട്ടികൾ എന്താ പറയുന്നത്? അതിനെക്കുറിച്ച് ബാബ ഡെയിലി മുരളി പറഞ്ഞു. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാൽ പഠിച്ചാൽ മതി, അല്ലെ കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ നമ്മൾ നോക്കി അറിയാം, സന്യാസികള് ബാബ പരിധിയുള്ള സന്യാസികളാണ്, നിങ്ങൾ പരിധി ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് ഉയരത്തിലാണ് ബാബ വെച്ചിരിക്കുന്നത്. പക്ഷെ ആ പരിധിയുള്ള സന്യാസികളുടെ പലതും നമ്മൾ അവരിൽ നിന്നും പഠിക്കാനുണ്ടായി. അതുകൊണ്ട് അഘോരി സന്യാസികള് അല്ലെങ്കിൽ അവധൂത സന്യാസികള് അവരുടെ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു പറയും, രാത്രി 12 മണിയാവുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് നീ ഗംഗയിൽ പോയിട്ട് ഇന്ന സമയത്ത്, അല്ലെങ്കിൽ 12 മണിക്കോ 1 മണിക്കോ ആ സമയത്ത്, ഏറ്റവും തണുപ്പുള്ള സമയത്ത് നീ അവിടെ ഇറങ്ങി ഇത്ര പ്രാവശ്യം ഇന്ന മന്ത്രം ചൊല്ലണം. അവിടെ ശരീരബോധം കളയാനായിട്ടുള്ള ട്രെയിനിങ് ആണ്. ഗുരുവിന്റെ ആജ്ഞയാണ്, അനുസരിക്കണം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ സന്യാസികളെ എടുത്താൽ കാണാം, അവരത്ര ഗ്രൂപ്പായിട്ട് വരുന്നത് വലിയ വലിയ മേളകളോ അങ്ങനെയുള്ള പ്രോഗ്രാംസിനോ. ഹിമാലയത്തിലൊക്കെ പോയാൽ കാണാം എല്ലാവരും ഓരോ ഗുഹകളിലൊക്കെയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്കാണ് മിക്കവാറും എല്ലാവരും ഇരിക്കുന്നത്. കാരണം എന്താണ്? അവർ വേറെ ആരുമായിട്ട് ആശ്രയമില്ല, അനാശ്രയമാണ്. ശരി, സാധുക്കൾ അവർ ആഹാരം കഴിക്കാനായിട്ട് ഭിക്ഷ എടുക്കുന്നുണ്ടല്ല, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴും നമ്മൾ കാണാം മഞ്ഞിൻ്റെ അകത്ത് ചില യോഗി -ഡിഗ്രിയിൽ പോലും ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്നു. പക്ഷെ ബാബ നമ്മളെ ഒരു പരിവാരമാണ്. കാരണം നമുക്ക് ഇവിടെ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന നമ്മുടെ എതിരാളി എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്. അത് ഈ സന്യാസിമാർക്ക് പോലും ജയിക്കാൻ പറ്റാത്ത ഒരു ശക്തിയോടാണ്. അതുകൊണ്ട് ബാബ ഭയങ്കര ഒരു കൂട്ടായ്മ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ നമ്മൾ സ്വതന്ത്രമായിരിക്കണം. അതുകൊണ്ട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉണ്ട്? അവിടെ സൂക്ഷ്മമായിട്ടുള്ള മായ ഉണ്ടായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് സൂക്ഷ്മമായിട്ടുള്ള മായനെ ജയിക്കാൻ അറിയും. അവരെന്ത് പറയും? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുള്ളൂ, എൻ്റെ അടുത്ത് കാര്യം വരും, എനിക്ക് കുറച്ച് ഏകാന്തത വേണം, എനിക്ക് കുറച്ച് സൈലൻസ് വേണം എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? എനിക്ക് സൂക്ഷ്മമായിട്ടുള്ള പല എന്തോ ചെറിയ ചെറിയ മായകളുണ്ട്. അതെനിക്ക് ഈ ആൾക്കൂട്ടത്തിനകത്തിരിക്കും എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ലോകത്തിരിക്കാൻ പറ്റും. ആരും എന്നെ നോക്കുന്നില്ല, ഞാനും ആരെയും. അതുകൊണ്ട് കേൾക്കുമ്പോഴും കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ആണ് എന്നെ ഒറ്റയ്ക്കിരിക്കാനായിട്ടുള്ള പ്രേരണ
എനിക്ക് തരാൻ കാരണം. അപ്പൊ അതിന് പിടികൊടുക്കാതിരുന്നേ നമ്മൾ പറ്റും. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ഒരു യജ്ഞത്തിൽ നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. ബാബ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഗൃഹസ്ഥ ധർമ്മമാണ്. ഒരു കൊച്ചു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് അവർ അച്ഛനെ അമ്മേനെ ആശ്രയിച്ചിട്ടാണ്, അല്ലെ തന്റെ കുടുംബത്തിലെ സഹോദരങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ്. അതിനുശേഷം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് ഹസ്ബൻഡിനെ ആശ്രയമുണ്ട്, ആ ഹസ്ബൻഡിന്റെ മറ്റു ബന്ധുക്കളെ ആശ്രയിക്കുന്നുണ്ട്. അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ കുട്ടി ഇവരെ ആശ്രയിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്കൊരു ആശ്രയമായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ എന്താവും? അപ്പൊ അമ്മ എന്നുള്ള ഭാവം ജനിച്ചു, അമ്മ എന്നുള്ള ഭാവം ജനിച്ചു, അല്ലെ അച്ഛൻ എന്നുള്ള ഭാവം ജനിച്ചു. അപ്പൊ ഇത്രയും നാൾ ആശ്രയത്തോടെ മാത്രം ജീവിച്ചിരുന്ന വ്യക്തി ഇന്ന് മറ്റൊരാൾക്ക് ആശ്രയം കൊടുക്കേണ്ട വ്യക്തിയായിട്ട് മാറി. പക്ഷെ കൂടെ ഭർത്താവുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മായച്ചൻ മരിച്ചു, അമ്മായിയമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ഭർത്താവും മരിച്ചു, കുട്ടികളെ വളർത്തണം. നമ്മൾ കണ്ടിട്ടുണ്ട് ലൗകികത്തിൽ പോലും ചിലരൊക്കെ അതുവരെ പാവമായിട്ടിരുന്ന പെൺകുട്ടിയായിരിക്കും, പക്ഷെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി, ജോലി തരപ്പെടുത്തി തന്റെ ജീവിതം സ്റ്റേബിൾ ആക്കും, സ്വന്തം കാലം നിൽക്കും, കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് വലിയൊരു ജോലിക്കാരാക്കി മാറ്റും. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിത്തീരുകയാണ്. ആയേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ബാബ പഠിപ്പിക്കുന്ന ഈ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ലോകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആയേ പറ്റുമോ? നമ്മൾ പരിധിയുള്ള അമ്മയോ അച്ഛനോ അല്ല, ലോകത്തിന്റെ ജഗദമ്പ, ജഗത് പിതാവ് എന്നുള്ള ഒരു ടൈറ്റിലാണ് ബാബ. അതുകൊണ്ട് അച്ഛനെ പോലെ ആവണം. ഏത് സാഹചര്യത്തിലും അച്ഛൻ എങ്ങനെയാണ് തന്റെ പിള്ളേരെ, ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ഓക്കെ, കല്യാണം കഴിപ്പിച്ചപ്പോഴും ഓക്കെ, പിന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ ആ കൊച്ചു പിടിവാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് അമ്മയുടെ ഭാവത്തിൽ അതിന് സൊല്യൂഷൻ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ആ കുട്ടി അമ്മയാകുന്നതിന് മുമ്പ് അത് തന്റെ വീട്ടിൽ നിന്ന സമയത്ത് അതിന് സഹോദരങ്ങളായിട്ടുണ്ട്, സഹോദരങ്ങളായിട്ട് വഴക്ക് പിടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ കല്യാണം കഴിപ്പിച്ച് ആ കുട്ടി ഒരു അമ്മയായപ്പോൾ എങ്ങനെയാണ് തന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കുകയും പിണങ്ങുകയും ചെയ്യും സൊല്യൂഷൻ കാണുന്നത്? അത് കുറച്ചുകൂടെ സമ്പന്ന അവസ്ഥയാണ്. അമ്മ എന്ന് പറയുന്നത് തന്നെ, മറ്റുള്ളവർക്ക് ആശ്രയം കൊടുക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് തന്നെ ഒരു സമ്പന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഒരു സമ്പന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാലേ നമ്മുടെ ഉള്ളിൽ പ്രസന്നത ഉണ്ടാവും. പ്രാപ്തികൾ നിറഞ്ഞിരിക്കും. ഈ പ്രാപ്തികൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കണം. നമ്മൾ യോഗ ചെയ്യുന്നുണ്ട്, പ്രാപ്തികൾ എടുക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ നമ്മളിൽ നിന്ന് കൈവഴി നഷ്ടപ്പെട്ടു പോവുക, നമ്മൾ പോലും അറിയാതെ. നമ്മൾ അറിയുന്നില്ല ആക്ച്വലി അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ലക്ഷണമാണ് നമ്മുടെ മുഖത്ത് കാണുന്ന നമ്മുടെ പ്രസന്നത ഇല്ലാതാവുക, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നുന്നത്, ഏകാന്തമായിട്ട് ഇരിക്കണമെന്ന് തോന്നുന്നത്, ചിലപ്പോൾ ചിലരോട് മിണ്ടാതിരിക്കുക, ലൈറ്റ്നെസ് ഫീൽ ചെയ്യാതിരിക്കുക. ലൈറ്റ് ആൻഡ് മൈറ്റ് എന്ന സ്റ്റേജ് പറഞ്ഞു. ശരിക്കും മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അഷ്ടശക്തികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്, വേറെ ശക്തികളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ശരിക്കും എല്ലാ ശക്തിയും ഒരു ശക്തിയുടെ ആധാരത്തിലാണ്. എല്ലാം ഒരു ബലമാണ്. സഹനശക്തി എന്ന് പറഞ്ഞ ഒരു ബലമാണ്. എങ്ങനെയുള്ള സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, എനിക്ക് അതിനെ സഹനത്തോടെ തരണം ചെയ്യാന്ന് പറഞ്ഞ ആത്മാവിന്റെ ഒരു ബലമാണ്. അപ്പൊ ഈ ബലത്തിന്റെ പല സാഹചര്യങ്ങളിലുള്ള രൂപത്തിനെയാണ് പല പല ശക്തികളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി പല പല ശക്തികളെ ഓർമ്മിക്കാതെ തന്നെ എന്നിൽ ആ ബലം നിറഞ്ഞു കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നുണ്ട്, ആ പ്രകാശം ജലത്തിൽ പതിച്ചു കഴിയുമ്പോൾ ജലം നീരാവിയായിട്ട്. അപ്പൊ ജലത്തെ നീരാവിയാക്കാനായിട്ടുള്ള പവർ, അല്ലെങ്കിൽ വായു ചൂട് പിടിക്കുമ്പോൾ കാറ്റുണ്ടാവും, അപ്പൊ വായുവിനെ, വാതകത്തെ സാന്ദ്രത കുറപ്പിച്ച് കാറ്റാക്കാനായിട്ടുള്ള പവർ. ഇങ്ങനെ പല പല ശക്തിയും നമ്മൾ പറയേണ്ട കാര്യം. സൂര്യന് രണ്ട് ശക്തിയേ ഉള്ളൂ, ഒന്ന് പ്രകാശം, രണ്ട് താപം. ഈ താപത്തിന്റെ പല പല സ്ഥലങ്ങളിലുള്ള പ്രയോഗമാണ് പല പല അവസ്ഥകളായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിന് രണ്ട് ഇതേ ഉള്ളൂ, ഒന്ന് ലൈറ്റും രണ്ട് മൈറ്റും. ഒന്ന് ആത്മാവ് പ്രകാശമാണ്, ഭാരരഹിതമാണ്. രണ്ടാമത് ആത്മാവ് ശക്തി സ്വരൂപമാണ്, അത് ഒറ്റ ശക്തിയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഒന്നുകൂടെ വിസ്താരത്തിലേക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി 8 ശക്തി 9 ശക്തി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ആക്ച്വലി ആത്മാവിന്റെ ഒറ്റ ശക്തിയുടെ ആധാരത്തിൽ എല്ലാ ശക്തിയും വരും. ആ സ്വരൂപ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അതിനെയാണ് ലൈറ്റ് മൈറ്റ് സ്വരൂപം. അതുകൊണ്ട് ഈ ലൈറ്റ് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് പ്രകാശം, രണ്ട് ഭാരരഹിതം. പറയാനുണ്ട്
അപ്പൊ എന്നിൽ ഹെവിനെസ് ഉണ്ടെങ്കിൽ എങ്ങനെ എനിക്ക് പ്രസന്നമായിട്ടിരിക്കാൻ പറ്റും? എങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും? അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത അവസ്ഥ എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യാം യജ്ഞത്തില്. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാനേ പാടില്ല. കാരണം 21 ജന്മത്തെയാണ് പറയുന്നത്. ഒരു ജന്മം ഇതാന്ന് പറയുന്നു. ആ ഒരു ജന്മത്തില് നമുക്ക് പലതരം മായകൾ വരും, നമുക്ക് പലതും വരും. അതിലൊക്കെ എനിക്ക് പാഠമാണോ? എന്റെ ടെസ്റ്റ് പേപ്പറാണ്. അതുകൊണ്ട് ഏതൊരു പരീക്ഷണം വന്നാലും നമ്മൾ അന്തർമുഖമായിട്ട് ഇരുന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, എന്ത് കുറവാണ് എന്റെ പരീക്ഷ അല്ല എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതിനെ നമ്മൾ അന്തർമുഖമായിട്ട് ചേഞ്ച് ചെയ്യണം. വേറെ ആരോടും ഷെയർ ചെയ്യണം. നമ്മള് ബാബയും മാത്രം. നമ്മൾ അതിനെ മറികടക്കണം. നമ്മൾ റിക്കവർ ചെയ്തിട്ട് ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തണം. അതുകൊണ്ട് ബാബ ഓരോരുത്തരെയും അഡ്വാൻസ് പാർട്ടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലര് അഡ്വാൻസ് പാർട്ടിയിൽ എത്താനായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്യുന്നില്ല. അവരിവിടെ തന്നെ ശരീരം വിട്ട്, കൊറോണ വിട്ട് ശരീരം വിട്ട് ഒരുപാട് പേര് എല്ലാവരും അഡ്വാൻസ് പാർട്ടിയിലൊന്നും പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര സ്ട്രോങ് ആയിട്ട് പുരുഷാർത്ഥം ചെയ്ത് ഉറച്ചവർക്ക് അഡ്വാൻസ് പാർട്ടിയിൽ പോകാൻ പറ്റും. അല്ലെ കർമാതീതമായി ഇവിടുത്തെ കർമ്മക്കണക്കുകൾ തീർന്നു ആ അവസ്ഥയിൽ എത്തുന്നവർക്കേ പോകാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ജനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കുറെ പേര് അഡ്വാൻസ് പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യജ്ഞ അവസാന സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നിരാശ്രയം എന്നുള്ള ആ പരീക്ഷ, നിരാധാരം, ഒന്നിനെ ആധാരമാക്കാൻ പറ്റാത്ത ഒരു പരീക്ഷ. ബാബ പറഞ്ഞിട്ടുണ്ട്, പഞ്ചഭൂതങ്ങളിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ നിങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും. ബന്ധുമിത്രാദികൾ നിങ്ങളുടെ സമീപത്തില്ലാതെ നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. എല്ലാ അവസ്ഥയും തന്നെ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം, ഞാനും ബാബയും മാത്രം എന്നുള്ള അവസ്ഥ ഇപ്പോഴേ നമ്മൾ കൊണ്ടുവരിക. ബാബയെ മാത്രം ആധാരമാക്കുക, വേറെ ഒന്നിനും ആധാരം. നമ്മുടെ പുരുഷാർത്ഥത്തിൽ അവസാനം വരെ നമുക്ക് നിർവിഘ്നമായിട്ട് അങ്ങനെയാണ് പോകാൻ പറ്റും. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഈ കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട, ചില മർമ്മപ്രധാനമായിട്ടുള്ള സാധനം പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൽ ബാക്കിയുള്ളതൊക്കെ വന്നു. അതുകൊണ്ട് നമ്മൾ നിരാശ്രയമായി കഴിയുമ്പോൾ, നിരാധാരമായി കഴിയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയുടെ ആധാരമായി. അതുകൊണ്ട് പുതിയ സൃഷ്ടിയിൽ ബാബ ഏറ്റവും എടുത്തു പറയുന്ന നമ്പറുകളൊക്കെ ഏതൊക്കെയാണ്? 108, 16,000, പിന്നെ 9 ലക്ഷം അല്ലെ 9.5 ലക്ഷം. പിന്നെ സത്യയുഗത്തിൽ സൂര്യവംശത്തിൽ വരുന്ന 2 കോടി പേരായിരിക്കാം, അല്ലെ 2.5 കോടി ആയിരിക്കാം. അതുകൊണ്ട് ഏതൊരു പരീക്ഷണം വരുമ്പോഴാണോ എനിക്ക് സ്വാതന്ത്ര്യമില്ലായ്മ ഫീൽ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ നോക്കിയാൽ മതി. ഞാനപ്പോ ആ നമ്പറിൽ 16,108 നമ്പർ എഴുതി വെക്കുക, അല്ലെ 9 ലക്ഷത്തിന്റെ നമ്പർ എടുത്ത് എന്ത് ഫീലിങ്സ് വരുന്നു നമ്മൾ അന്ന് വിചാരിക്കുക, ഞാൻ ആ നമ്പറിൽ ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് ഫീലിങ്സ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ തോറ്റു പോകുന്നത്. അത് എന്ത് കാരണം ആയിക്കോട്ടെ, എന്റെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ, അല്ലെ എന്റെ ഭാഗത്ത് പൂർണ്ണമായിട്ട് ന്യായമുണ്ട്, മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ, ആ കലണ്ടറിൽ എന്റെ ഒരു ദിവസം ക്യാൻസൽ ആയി. ഇനി അവിടെ വരുവോ വരാതിരിക്കുമോ, ഇവിടെ എനിക്ക് ബാബയെ കിട്ടി ഈ ജന്മം, എനിക്ക് സ്വാതന്ത്ര്യമായിട്ടിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരാൾ എന്നോട് ഓം ശാന്തി പറയുന്നില്ല, ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ഓം ശാന്തി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ല. അതാണ് എന്റെ വിജയം. എനിക്ക് ആരെ നോക്കി വേണേലും ഓം ശാന്തി പറയാൻ പറ്റും, ആരെ നോക്കി വേണേലും ചിരിക്കാൻ പറ്റും, ആരെന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ കൂളെന്നുള്ള അവസ്ഥ പോവാതെ. അതുകൊണ്ട് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുക അർത്ഥം എന്താണ്? ഞാൻ ആരെ ആശ്രയമാക്കിയിട്ടില്ല. ആരെ ആശ്രയമാക്കാത്തവര് അനേകർക്ക് ആശ്രയമാകാൻ പറ്റും. ഇന്ന് ലോകത്ത് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെ സ്വസ്ഥിതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇറിറ്റേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഡിപ്രഷൻ. പലരും നല്ല സ്യൂട്ടായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടായിരിക്കുന്നു, പലരും മെഡിസിൻ കഴിച്ചിട്ട് അസ്വസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ. പണ്ട് ഷുഗറിന്റെ മരുന്ന് 1996 ഏതാണ്ട് 35 കമ്പനികൾ ഏതാണ്ടേ ഉള്ളായിരുന്നു, അല്ല സോറി 8 കമ്പനികൾ ഏതാണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 100 അത്രയാണ്ട് കമ്പനികളുണ്ട്. അതായത് ഷുഗർ രോഗികളുടെ എണ്ണം ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട്. എന്ന് പറയുന്ന പോലെ ഡിപ്രഷൻ ആകുന്നവരുടെ എണ്ണം എല്ലാ വീട്ടിലും ഉണ്ട്. അപ്പൊ അതിനുള്ള മരുന്ന് ഇവിടെ വിൽക്കുന്ന കമ്പനികളുടെ എണ്ണം എത്രയായിരിക്കും? ഈ ഷുഗറിന്റെ കമ്പനികൾ ഇത്രയും കൂടിയതുപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിനുള്ള മെഡിസിൻ അല്ലല്ലോ ശരിക്കും. അവരുടെ ബ്രെയിനിൽ എന്തെങ്കിലുമൊക്കെ ഹോർമോൺ ഉണ്ടാകാനായിട്ടുള്ള മെഡിസിനാ കൊടുക്കും. ആത്മാവിന് ശക്തി പകരുന്ന മെഡിസിൻ നമ്മുടെ കയ്യിലേ ഉള്ളൂ. യോഗത്തിന്റെ തപസ്സിലൂടെ നമ്മൾ ആർജിച്ച മെഡിസിൻ. അതുകൊണ്ട് ഈ ആർജിച്ചതിനെ നഷ്ടപ്പെടുത്താതെ നമ്മൾ കൊണ്ടുപോകും. ഈ അന്തിമ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതാണ്. ഇന്നെടുത്തത് ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ചിലർ പറയാറുണ്ട്, ഇന്ന് ഇന്നത് ചെയ്തു, അന്ന് തന്നെ മായം.
എന്തേലും ഒന്ന് ബാബ മുരളി പറഞ്ഞു, അന്ന് തന്നെ അതിന്റെ എന്നിട്ട് പറയുന്നത് കേൾക്കാം. വരണം, മായ തീർച്ചയായിട്ടും വരണം, ടെസ്റ്റ് പേപ്പർ വരണം. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, അയ്യോ ഇന്ന ചോദ്യത്തിന് ആൻസർ ഇതായിരുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അയ്യോ അതെനിക്ക് അറിയാവുന്ന ആൻസർ ആയിരുന്നു, പക്ഷെ ഞാൻ ആ ടൈമിൽ എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. അപ്പൊ നമുക്ക് ആൻസർ അറിയാം, നമ്മൾ പക്ഷെ പരീക്ഷയെ അറിയുന്നില്ല. അതാ ഇതെന്തൊക്കെയുള്ള പരീക്ഷയാണ് എന്ന് നമ്മൾ അറിയുന്നു. കാരണം എന്താണ്, നമ്മൾ വ്യക്തികളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണു പോവാണ്. ഒരു സാക്ഷിയായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ടെസ്റ്റ് പേപ്പറാണ്. വ്യക്തി ഒരു പാവ മാത്രമാണ്. ഈ പാവ അല്ലെങ്കിൽ വേറൊരു പാവ എന്റെ മുന്നിൽ ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ അത് അതിന്റെ പാർട്ട് അഭിനയിക്കും. പക്ഷെ പാവയെ ചലിപ്പിക്കുന്ന ആരാണ്? മായയാണ്. അതിനുള്ള പേപ്പറിനുള്ള ഉത്തരം എന്റെ കയ്യിലുണ്ടാവും. സാക്ഷിയായിട്ടിരുന്നാൽ മതി, ബാബ വർക്ക് ചെയ്യും. നമ്മൾ പ്രവർത്തിക്കാത്തടത്ത് ബാബയെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് അനുവാദം കൊടുക്കാൻ പറ്റും. ബാബ പ്രവർത്തിച്ചോളൂ. അതുകൊണ്ട് ഞാനില്ലാതാവുക, ഐ ആം റൈറ്റ് എന്നുള്ളത് ഇല്ലാതാവുക. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അഹങ്കാരം എന്ന് പറയുന്നത് ഐ ആം റൈറ്റ്. ഇന്ന് ലോകത്തിൽ മുഴുവൻ എല്ലാ സംഘർഷം എടുത്ത് നോക്കണം, ഐ ആം റൈറ്റ് എന്നുള്ള ഒരു അഹം നമുക്ക് കാണാം. ഇന്ത്യയും പാകിസ്ഥാനും നോക്കുവാണെങ്കിൽ ഐ ആം റൈറ്റ്, ഞാനാണ് ശരി, എന്റെ അഭിപ്രായമാണ് ശരി, എന്റെ കാഴ്ചപ്പാടാണ് ശരി, എന്റെ കർമ്മത്തിലാണ് കൂടുതൽ ശരി. നിങ്ങൾ എന്നിലേക്ക് വരും. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം എടുത്തു നോക്കിയാലും ഒരു ഐ ആം റൈറ്റ് കാണാൻ പറ്റും. ഞാനാണ് ശരി, ഞാൻ പറഞ്ഞത് ഇന്ന സാഹചര്യത്തിൽ നീ അനുസരിച്ചില്ല, നീ എന്റെ അഭിപ്രായം അനുസരിച്ച് വന്നിട്ടില്ല. അപ്പൊ ഭാര്യ പറയും, നിങ്ങൾ ആ സമയത്ത് എന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പൊ ഭാര്യയുടെ ശരിയിലേക്ക് ഭർത്താവ് വരണം, ഭർത്താവിന്റെ ശരിയിലേക്ക് ഭാര്യ വരണം. ഇനി അയലോക്കംകാർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ നിന്റെ കാർ എന്റെ മുറ്റത്ത് കൊണ്ടിട്ടു, എന്റെ കാർ നിന്റെ മുറ്റത്തിട്ടപ്പോ എന്താ നീ പിണങ്ങിയത്? അപ്പൊ എന്നെ നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, നിന്നെ അണ്ടർസ്റ്റാൻഡ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഐ ആം റൈറ്റ് ആണ് ഏറ്റവും സുഖമായിട്ട്. അവിടെ കുട്ടികളിലും അങ്ങനെ ഉണ്ടാവുക. ജ്ഞാനം പറയുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്കാണ് എന്റെ ജ്ഞാനമാണ് കുറച്ചുകൂടെ കറക്റ്റ്. അതുകൊണ്ട് ഈ എന്റേത് ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാണ്. ആ സൂക്ഷ്മമായിട്ടുള്ള ഒരഹം, അതിനെയും കൂടെ ജയിക്കണം. ഐ ആം റൈറ്റ് ഇല്ല, ഇത് ഡ്രാമയ്ക്ക് വിട്ടു. ഐ ആം റൈറ്റ് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഡ്രാമ. ബാബ പോലും പറയുന്നത് എന്താണ്, ഇന്ന് ഞാൻ മുകളിൽ എന്തൊക്കെ പറഞ്ഞു, ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും പറഞ്ഞത് ഡ്രാമയിലുള്ളതാണ്. സർവശക്തിമാനും സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യം അറിയുന്ന ബാബ പറയുകയാണ്, ഇത് എന്റെ കൺട്രോളിലല്ല. ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്, ഇതിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്, ഡ്രാമയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കണമെന്ന് ഇന്ന് ക്ലാസ് എടുക്കണമെന്നുള്ളത് ഡ്രാമയിലുള്ളതാണ്. ഞാൻ പറയുന്നത് മക്കളും ഡ്രാമയിലുള്ളതാണ്, ഇവിടെ പങ്കെടുത്തിരിക്കുന്നവരും ഡ്രാമയിലുള്ളതാണ്. അതുകൊണ്ട് ഐ ആം റൈറ്റിനെയും കൂടെ നമ്മൾ ചെയ്യിക്കുക. സീത അവസാന സമയത്ത് സീതയോട് ചോദിക്കുമ്പോൾ സീത പറയുന്നുണ്ട്, ശരിക്കും ശ്രീരാമൻ ഒരുപാട് പേരെ ആശ്രയിച്ചിട്ടാണ്. കാട്ടിൽ പോയപ്പോ ഞാൻ ഉണ്ടായിരുന്നു ശ്രീരാമന്റെ കൂടെ, കൂടാതെ ലക്ഷ്മണനും ഉണ്ടായിരുന്നു. എന്നെ രാവണൻ പിടിച്ചോണ്ട് പോയി, ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ. എന്റെ ചുറ്റും രാക്ഷസിന്മാരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാക്ഷസനായിട്ടുള്ള ലങ്കാപതി രാവണനും അവരുടെ മോഹന വാഗ്ദാനമുണ്ട്, ഭയപ്പെടുത്തുന്ന രീതിയുണ്ട്. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അപ്പോഴും ശ്രീരാമന്റെ കൂടി ആരുണ്ട്? ആശ്രയമായിട്ട് ലക്ഷ്മണനുണ്ട്. ശ്രീരാമന് ആശ്രയമില്ലാതെ നിൽക്കാൻ പറ്റും. സീതയും പോയി, ശ്രീരാമനും മരിച്ചു കഴിഞ്ഞു, ലക്ഷ്മണനും മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമനും തന്റെ ജീവത്യാഗം ചെയ്യുന്നതായിട്ടാണ്. പക്ഷെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു. സീത ആരെയും കംപ്ലൈന്റ് ഒന്നും പറയാൻ പോകും. സീത തന്റെ കുട്ടികളെ വളർത്തി അനാശ്രയമായിട്ടാണ്, ആരെ ആശ്രയിച്ചു. പക്ഷെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് എന്ന് പറയുന്നത് പോലെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് പേര് സഹായിക്കാനൊക്കെ വന്നു എന്ന് പറയുന്നത് പോലെ രാമായണത്തിൽ മാക്സിമം ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക്, അത് പുരുഷനായിക്കോട്ടെ അല്ലെ സ്ത്രീ ആയിക്കോട്ടെ, ശ്രീരാമന്റെ സീതയുടെയും കഥ പറയാം, ഏറ്റവും മോശമായിട്ടുള്ള സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നപ്പോൾ അനാശ്രയമായിട്ട്, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയമാണ്. അത് നമ്മുടെ യോഗി ലൈഫിന് വളരെ ആകർഷണമുണ്ട്. അനാശ്രയത്തിൽ, ഒന്നിനെ ആശ്രയിക്കാതെ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. എന്ത് പ്രശ്നങ്ങളുണ്ട്, എന്റെ മാനസികാവസ്ഥ അതിലൊന്നും ബന്ധിക്കപ്പെട്ടില്ല, സ്വതന്ത്രനായിരിക്കും. ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് സാകാശം പൊക്കോണ്ടേയിരിക്കും. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടായിക്കോളും. നമ്മൾ സൊല്യൂഷന് വേണ്ടി ഒന്നും ചെയ്യണ്ട.
നമ്മുടെ ആ സ്വസ്ഥിതി സൊല്യൂഷൻ കാണുമെന്ന് ബാബു പറയുമല്ലോ. ഞാൻ അനാശ്രയമായിട്ട് സ്വതന്ത്രമായിട്ടിരിക്കണം. ആരുടെ അഭിപ്രായത്തെ കുറിച്ച്, സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് അഭിപ്രായം ഉണ്ടായിരിക്കും. പല വ്യക്തികളും ചെയ്ത കർമ്മത്തെ കുറിച്ച് അഭിപ്രായം എല്ലാം കേട്ടോ. പക്ഷെ ഞാൻ കൊടുങ്ങാൻ പാടില്ല. ആരുടെ അഭിപ്രായത്തെ കുറിച്ച് ഞാൻ സ്വതന്ത്രമായിട്ടിരിക്കും. ഇത് നമ്മുടെ പുരുഷാർത്ഥത്തിന് മൈലേജ് കൂട്ടും. അന്തിമം വരെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ചെറിയ ചെറിയ കുറെ വിഘ്നങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ. അച്ഛാ, ഓം ശാന്തി. സമയമായെന്ന് തോന്നുന്നു. ഓം ശാന്തി. നമുക്ക് ഒരു മിനിറ്റ് ബാബയുടെ ഓർമ്മയിലിരിക്കാം. ബാബ മാത്രമാണ് എൻ്റെ ആശ്രയം. എൻ്റെ സൂക്ഷ്മമായിട്ടുള്ള സർവ്വം ഞാൻ ബാബയ്ക്ക് സമർപ്പിക്കുക. ഞാൻ സൃഷ്ടിയുടെ ആധാരശിലയാണ്. ബാബ എന്നെ തിരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ അനേക ആശ്രയം നൽകുന്നതിന് വേണ്ടി. ഞാൻ പൂർവജ ആത്മാവാണ്. ഈ ലോകത്തിലെ സർവ്വ എന്റെ അനുജന് അനുഭവിക്കുന്നു. എന്റെ സഹോദരാത്മാക്കളായ ഈ ഭൂമിയിലെ സർവ്വ ആത്മാക്കളും ആശ്രയിക്കുന്നത് പൂർവജാത്മാവായ ഞാൻ എവിടെ പാദം വയ്ക്കും ആ ഭൂമിയിൽ ശാന്തി, സുഖം, സ്നേഹം സർവ്വതുണ്ട്. എന്റെ സ്വസ്ഥിതിയിലൂടെ അന്തരീക്ഷത്തെ ശാന്തം, സൃഷ്ടിയുടെ ആധാരശിലയായ ഭഗവാൻ എങ്ങനെയാണ് ഈ ഭൂമിയെ നമുക്ക് തന്നു? വീണ്ടും ആ ഭൂമി സ്നേഹവും ശാന്തിയും ദിവ്യഭൂമിയാക്കി മാറ്റി. എന്റെ ദിവ്യഭൂമി എന്റെ ദിവ്യമായ സങ്കല്പം ലോകത്തിന്റെ നാനാഭാഗം എന്റെ കുടുംബത്തിലും ഞാനുമായി ആരൊക്കെ ദിവ്യതയുടെ
പരമദിവ്യ സ്വരൂപ സമ്പന്നാത്മാവാണ്. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. ക്ലാസ് എടുക്കാൻ അവസരം തന്ന ബാബയ്ക്ക്